നമസ്കാരം. മിസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു എഗ് ചില്ലിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് 3 ചെറിയ സവാള കൊത്തിയരിഞ്ഞ് എടുക്കാം. ബാക്കിയുള്ള 2 സവാളകൾ നീളത്തിൽ അരിഞ്ഞെടുക്കാം. രണ്ട് മീഡിയം സൈസ് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞെടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചെടുക്കാം. ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുക്കാം. രണ്ട് വെളുത്തുള്ളി അല്ലിയും നീളത്തിൽ അരിഞ്ഞെടുക്കാം. മല്ലിയിലയും ചെറുതായി അരിഞ്ഞെടുക്കാം. നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച സവാളയിലേക്ക് 7 മുട്ടകൾ പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. അല്പം കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഫ്ലെയിം ഓണാക്കി നേരത്തെ എണ്ണ തേച്ച് വെച്ചിരുന്ന ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ കൂട്ട് ഓരോ കുഴികളിലേക്കും ഒഴിച്ചു കൊടുക്കാം. അടിവശം മൂത്ത് കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് 2 മിനിറ്റുകൾ കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കി കൂടി നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം.
അടുത്തതായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടുത്തതായി അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് 2-3 മിനിറ്റുകൾ നന്നായി വഴറ്റി കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ചേർത്ത് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ആവശ്യത്തിന് വെള്ളം ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇനി ഇതിൻ്റെ കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ ചാലിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.